ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് അവിടെ ഈ തീ അണയ്ക്കുന്നതിനുള്ള വളരെ ശ്രമകരമായ ദൗത്യത്തിൽ ഈ രക്ഷാപ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് ജനവാസ മേഖലയിലല്ല വീണത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ജനവാസ മേഖലയ്ക്ക് അടുത്ത് ഒരു 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 തുറന്ന സ്ഥലത്ത് അതിനോട് ചേർന്നുള്ള ഭാഗത്താണ് വീണത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും സമീപത്ത് വലിയ കെട്ടിടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ വിമാനം പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ അത് വിമാനത്താവളത്തിൻ്റെ റൺവേയോട് കഴിഞ്ഞിട്ടുള്ള മതിലിലോ അല്ലെങ്കിൽ സമീപത്തുള്ള ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ ഭാഗത്തോ ഇടിച്ച് അതിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. ഇനി യഥാർത്ഥ കാരണം നമുക്ക് അല്പസമയത്തിനകം വ്യക്തമാകും. ഇതാണ് ആ ദൃശ്യങ്ങൾ, ആ പറന്നുയർന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിലുള്ള ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് അത് പറന്നുയർന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 5 മിനിറ്റ് പോലും പറന്നില്ല, അത് ഒരു അഗ്നിഗോളമായി മാറുകയാണ് ചെയ്തത്. ജനവാസ മേഖലയോട് ചേർന്ന് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് ഏതാണ്ട് ഒരു 1:50 മുമ്പ്, ഒരു 1:40 കൂടി തന്നെ 1:38 പറന്നു ടേക്ക് ഓഫ് ചെയ്തു. 1:40 കഴിഞ്ഞപ്പോഴേക്കും അത് ഒരു അഗ്നിഗോളമായി മാറുകയാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയ ആ സംഭവ സമയത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരു 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 വലിയ സ്ഫോടനം നടന്നത് പോലെ എന്ന് വെച്ചാൽ അത് എവിടെയോ അതിൻ്റെ നിയന്ത്രണം നഷ്ടമായി ഏതോ കെട്ടിടത്തിൻ്റെയോ എന്തെങ്കിലും ഒന്നിൽ തട്ടി അത് പൊട്ടിത്തെറിക്കുകയാണ്, ഒരു അഗ്നിഗോളമായി മാറുകയാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴവിടെ രക്ഷാപ്രവർത്തകർ അവിടെ തീയണയ്ക്കുന്നതിനൊക്കെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പരിക്കേറ്റവരെ അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ആരോഗ്യനില സംബന്ധിച്ചൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമല്ല. 230 യാത്രക്കാരും 12 വിമാന ജീവനക്കാരും ഉൾപ്പെടെ 242 പേർ